നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂക്കയെ കുറിച്ചിട്ട് നമ്മൾ ഒരുപാട് ആൾക്കാർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം അദ്ദേഹത്തെ കുറിച്ചിട്ട് കൂടുതൽ നമ്മൾ പോസിറ്റീവ്സ് ആണ് കേട്ടിരിക്കുന്നത്. പക്ഷേ മമ്മൂക്കയെ കുറിച്ചിട്ട് നെഗറ്റീവ് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കാരണം ഈ മലയാള ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അല്ലെങ്കിൽ തമിഴ് ആയിക്കോട്ടെ, തെലുങ്ക് ആയിക്കോട്ടെ, ഏതൊരു ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാലും ആ സിനിമയിൽ അഭിനയിക്കുന്ന നടന്മാരോ നടിമാരോ അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരെല്ലാം മമ്മൂക്കയെ കുറിച്ചിട്ട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആ പറയുന്ന കാര്യങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ അവർക്ക് ഗുണമുണ്ടായിട്ടുള്ള സംഭവങ്ങളാണ്. എന്നാൽ മലയാള സിനിമയിൽ ഫേസ് ടു ഫേസ് എന്ന് പറയുന്ന സിനിമയിലൂടെ മമ്മൂക്കയുടെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ഒരു വേട്ടാവളിയനുണ്ട്. ഫിറോസ് എന്നാണ് ഇവരുടെ പേര്. ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ചില ഉടായ്പ തരികട പരിപാടികളൊക്കെ കാണിച്ച് രംഗത്തേക്ക് വന്നിട്ടുള്ള ഒരാളാണ്. ഇപ്പൊ ബിഗ് ബോസിന്റെ ഭാഗമായിരുന്നു ഈ വേട്ടാവളിയൻ. കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയിട്ടുള്ള ഇന്റർവ്യൂവിൽ മമ്മൂക്കയെ കുറിച്ചിട്ട് ചില പരാമർശങ്ങൾ നടത്തി. സത്യത്തിൽ മമ്മൂക്കയെ കുറിച്ച് ഇത് പറഞ്ഞ് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് സത്യത്തിൽ ചിരിയാണ് വന്നത്. കാരണം ഇതുപോലുള്ള ഊളകളെയൊന്നും കേരളത്തിലെ മലയാളികളെന്നല്ല സ്വന്തം നാട്ടുകാർ പോലും ഓർക്കുന്നില്ല എന്നുള്ളതാണ്. മമ്മൂക്കയെ കുറിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് 10 ആൾക്കാർ കേൾക്കും, 10 ആൾക്കാർ അത് കാണും, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അതിലൂടെ ഈ വേട്ടാവളിയനെ അറിയപ്പെടും എന്നുള്ളതാണ്. ഞാനൊരു കടുത്ത മമ്മൂക്ക ആരാധകനായതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇതിനെ കുറിച്ചിട്ട് പ്രതികരിക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോമായിട്ട് വന്നത്. എന്തായാലും ലക്ഷക്കണക്കിന് വരുന്ന പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്ന, അവർ ആരാധിക്കുന്ന പ്രിയപ്പെട്ട മമ്മൂക്കയെ കുറിച്ചിട്ട് ഈ വേട്ടാവളിയൻ പറയുന്ന ഈ വാക്കൊന്ന് കേട്ടിട്ട് കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ കൊടുക്കണം. കാരണം എനിക്ക് ഇതിലും രൂക്ഷമായ ഭാഷയിൽ പറയണം എന്നുണ്ട്. എന്നാൽ നമുക്ക് ആ വീഡിയോ ആദ്യം ഒന്ന് കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് വരാം. പറഞ്ഞിരുന്നു അടുത്ത അദ്ദേഹത്തിൻ്റെ സിനിമയിൽ എനിക്കൊരു ഗംഭീര വേഷം തരുമെന്ന്. അത് വാക്ക് അദ്ദേഹം ഇച്ചിരി നട്ടലുള്ള വ്യക്തിയാണ്, നട്ടലുള്ള വ്യക്തി. കാരണം അത് പറയാൻ പലരും ഇങ്ങനെ പറയുമ്പോൾ പിന്നീട് വിളിക്കുക പോലും ഉണ്ടായിട്ടില്ല. പക്ഷെ അദ്ദേഹം ആ പറഞ്ഞ വാക്ക് പാലിക്കുകയും മമ്മൂക്കയുടെ ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂക്കയുടെ ഓപ്പോസിറ്റ് മെയിൻ വില്ലൻ തോമസ് കുഞ്ചക്കാടൻ എന്ന് പറഞ്ഞിട്ട് ഒരു കഥാപാത്രം, വളരെ ശക്തമായ ഒരു കഥാപാത്രമാണ്. അത് തരികയും മമ്മൂക്കയുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? മമ്മൂക്ക അതുവരെ നമ്മൾ ടി വി സിനിമയിൽ മാത്രം കണ്ട, കുട്ടിക്കാലം മുതൽ കണ്ട ഒരാളെ നമ്മൾ നേരിട്ട് കാണും. ആദ്യത്തെ എൻ്റെ ഷോട്ട് തന്നെ കൈ ചൂണ്ട്, ക്ലോസ് റേഞ്ചാണ്, കൈ ചൂണ്ടിട്ട് നീയും ഇടാൻ പോടാന്നൊക്കെ വിളിക്കുന്ന കുറേ ഡയലോഗാണ് മമ്മൂക്കയെ. അപ്പോൾ അത് പറയുമ്പോഴത്തേക്ക് എനിക്ക് ആദ്യം 2-3 പ്രാവശ്യം ചെറിയ തെറ്റുകൾ പറ്റി. പക്ഷേ പുള്ളി തന്നെ എന്നെ കൂളാക്കുകയും പിന്നീട് ഓക്കെ ആവുകയൊക്കെ ചെയ്തു. പുള്ളിയുടെ എക്സ്പീരിയൻസ്, മമ്മൂക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി മമ്മൂക്ക ഒരു പാവം മനുഷ്യനാണ്. ആക്ച്വലി ഒരു പാവമാണ്, ഒരു 90% പാവമായിട്ടുള്ള ആളാണ്. പക്ഷേ പുള്ളിയുടെ സംഭവം എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സെറ്റിൽ ഒരാൾ പുള്ളിയേക്കാൾ നല്ലൊരു ഡ്രസ്സ്, ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ അത് ഊരിപ്പിക്കും പുള്ളി. കാരണം ഒരു പ്രൊഡക്ഷനിലുള്ള ആരെങ്കിലും ആ ഷർട്ട് മാറ്റാൻ വിളിച്ച് പുള്ളിക്ക് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഈഗോ വർക്കൗട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുള്ളി അവിടെ വന്ന പുള്ളി ആയിരിക്കും രാജാവ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് അടിയാളം മോനൊക്കെ നിൽക്കുന്നവരുണ്ട്, അവർക്കൊക്കെ വീണ്ടും വീണ്ടും ചാൻസുകളുണ്ട്. ചില ആർട്ടിസ്റ്റൊക്കെ ഞാനവിടെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്. അവിടെ ആർട്ടിസ്റ്റൊക്കെ പല പടത്തിനും ചെറിയൊരു വേഷങ്ങളിൽ പുള്ളി വിളിച്ച് കൊടുക്കും. നട്ടലില്ലാതെ നട്ടൽ ഉളച്ച് നിൽക്കുന്ന കുറേ ടീമുണ്ട്. ഒരു പക്ഷേ ഞാനും അങ്ങനെ നിന്നിട്ടെങ്കിൽ പുള്ളി 2ാമത്തെ പടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. പക്ഷെ നമുക്കത് പറ്റില്ല. അങ്ങനെ പിന്നെ ഞാൻ ഈ പാവം എന്ന് പറഞ്ഞെങ്കിലും പുള്ളിയുടെ പല കാര്യങ്ങളും ഗ്ലോറിഫൈ ചെയ്താണ് ആൾക്കാർ. അതായത് ഒരു ഇൻസിഡൻറ്റ് ഈ അടുത്തിടയ്ക്ക് ഒരാൾ പറഞ്ഞതാണ്. അദ്ദേഹം ഒരു സിനിമാ സെറ്റിൽ അവിടെ സ്ക്രിപ്റ്റ് റൈറ്ററോ ആ സിനിമയിലൊരു വളരെ വലിയൊരു ഭാഗമായി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ മമ്മൂക്കയുടെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഇദ്ദേഹം ചെന്നൈയിലോ മറ്റാണ് ഷൂട്ട്, നാട്ടിലേക്ക് എറണാകുളത്തേക്ക് വരുന്ന വഴിക്ക് പുള്ളി ഡ്രൈവ് ചെയ്താണല്ലോ വരുന്നത്, ഇയാളെ കൂടെ കൂട്ടിന് കയറ്റി. അപ്പോൾ അയാൾ വരുന്നില്ല എന്ന് മാക്സിമം പറഞ്ഞെങ്കിലും ഇല്ല നീ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ കൂടെ കയറ്റി കൊണ്ടുവന്നിട്ട്, അപ്പോൾ എന്തോ ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞപ്പോൾ മറുപടി പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്നത് എന്തോ ചെറിയ കാര്യമാണ്. പുള്ളി പറയുന്നതിനെല്ലാം മൂടി ആ ഒരു ഏർലി മോർണിംഗ് ഒരു 3 മണിയായപ്പോൾ പുള്ളിയെ ഒരു കാട്ടിൻ്റെ നടുക്കുള്ള റോഡിൽ ഇറങ്ങുന്ന പറഞ്ഞിട്ട് ഇറക്കി വിട്ടിട്ട് പുള്ളി വണ്ടി എടുത്തിട്ട് പോയിട്ട് 1/2 മണിക്കൂർ പുള്ളിയോട് നിർത്തിയിട്ടാണ് തിരിച്ചു വന്നത്. ഈ ഒരു ഇൻസിഡൻറ്റ് പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ആ ഇരയാക്കപ്പെട്ട മനുഷ്യൻ പറഞ്ഞത് ഇരയാക്കിയെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ആ വ്യക്തി പറഞ്ഞിരിക്കുന്നത് ഗ്ലോറിഫൈ ചെയ്തതാണ്. മമ്മൂക്കാക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ഇങ്ങനെ പ്രവർത്തിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് മമ്മൂക്ക ഇൻഡസ്ട്രിയിലുള്ള ഒരാൾ, അയാളുടെ ഈ അടുത്തിടയ്ക്ക് ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ്, ഞാൻ പെട്ടെന്ന് ആരാന്ന് ഓർക്കുന്നില്ല. പക്ഷേ പുള്ളി പറയുന്നത് മമ്മൂക്ക ഗ്ലോറിഫൈ ചെയ്തിട്ടാണ്. അതായത് പുള്ളി അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വന്ന ചെറിയൊരു കാര്യം മതി, ദേഷ്യം വന്നപ്പോഴത്തേക്ക് ഇറക്കി വിട്ടിട്ട് ആ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ല. ഞാനവിടെ നിൽക്കുമ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞ് പുള്ളി തിരിച്ചു വന്ന് വിളിച്ചുകൊണ്ട് വരുന്നു. എന്നിട്ട് മമ്മൂട്ടി ഈ പറയുന്നതെന്ന് പറയുന്നത് കുറ്റമായിട്ടല്ല, പുകഴ്ത്തിയാണ് പറയുന്നത്. നമുക്ക് അതുകൊണ്ട് ബാക്കിയുള്ളൊരു മമ്മൂട്ടി എന്ന് പറയുന്നത് ദൈവമൊന്നും അല്ലല്ലോ. അങ്ങനെയുടെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇറക്കി വിടുന്നതും സെറ്റിലുള്ള ഒരാളുടെ ഷർട്ട് മാറ്റിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള കുറേ തെണ്ടിത്തരം തന്നെ ഉണ്ട് ഇങ്ങനെയുള്ള ക്യാരക്ടറിനെ. പക്ഷേ ബാക്കിയുള്ളവർ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നത് കൊണ്ടാണ് വീണ്ടും ഈ തെറ്റ് ചെയ്യാൻ പുള്ളി വില്ലിങ് ആവുന്നത്. അപ്പോൾ പുള്ളിയുടെ തെറ്റുകൾ പോലും ഒരു സിനിമാ നായൻ്റെ പേരിൽ പുള്ളിയുടെ തെറ്റുകൾ പോലും ഗ്ലോറിഫൈ ചെയ്ത് പറഞ്ഞ് വീണ്ടും ഇങ്ങനെയുള്ള പല തെറ്റുകളും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇന്നും.
ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളുണ്ട് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ. ഇങ്ങനെ പുള്ളിയുടെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇത് സാധാരണ ഒരു മനുഷ്യൻ ചെയ്തായിരുന്നു. ഇപ്പോൾ എന്നെയാണ് അങ്ങനെ ഇറക്കി വിടുന്നെങ്കിൽ പിന്നെ ആ വണ്ടിയിൽ ഞാൻ കയറത്തില്ല, ഞാൻ നല്ല തെറിയും കൊടുക്കും. എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അതാണല്ലോ ഫിറോസ് ഖാൻ വെട്ടിത്തുറന്ന് പറയുന്ന മനസ്സിലായി. കൂട്ടം. പക്ഷെ അത് ഒരു പ്രാവശ്യം അത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കില്ല. അത് പുള്ളി എന്നല്ല, മമ്മൂട്ടി എന്നല്ല, മമ്മൂട്ടിയുടെ കാര്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. എന്തിനാണത്? അത് ഈ അതിൽ കടുക്കനൊക്കെ ഇട്ട് ഇന്റർവ്യൂ പൊളിച്ചിട്ടുണ്ട്. മാസ് ഡയലോഗ് ആയിരുന്നു. തെണ്ടിത്തരം. എന്തായാലും ഒരു തെണ്ടിക്കല്ലേ ഈ തെണ്ടിത്തരം എന്നുള്ള വാക്കൊക്കെ വായി വരത്തുള്ളൂ. മമ്മൂക്ക എന്ന് പറയുന്ന മഹാനടനെ കുറിച്ചിട്ട് പറയാനുള്ള യോഗ്യത ആദ്യം ഈ ഊളയ്ക്ക് എന്താണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ കാലിലിടുന്ന ചെരുപ്പിന്റെ വില പോലും ഇവനിക്കൊന്നും കേരളത്തിലെ പൊതുസമൂഹം കൊടുക്കാറില്ല. കാരണം ഇവരൊന്നും കേരളത്തിലെ ജനങ്ങൾക്കെന്നല്ല ഒരാൾക്ക് പോലും 10 പൈസയുടെ ഗുണമില്ലാത്ത 10 പൈസയുടെ പ്രയോജനമില്ലാത്ത ഊളകളാ. ഇവനൊക്കെ ഇങ്ങനെ വേഷം കെട്ടി രാവിലെ വന്നിരുന്ന് സമൂഹത്തിൽ നിലയും വിലയുള്ള ആൾക്കാരെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ തെമ്മാടിത്തരം പറയും. അത് ചാനലിനകത്ത് വരുമ്പോഴത്തേക്ക് 10 ആൾക്കാർ ചർച്ച ചെയ്യുമ്പോൾ ഇവനൊക്കെ ഫേമസ് ആവും. സത്യനൊക്കെ ഇവൻ വെറും പക്ക ഊളയാണ്. കാരണം ഇവന്റെ ചരിത്രങ്ങൾ, ഇവന്റെ ഹിസ്റ്ററിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാറിപ്പോകുന്ന ചില പുഴുത്ത കഥകളൊക്കെ ഉണ്ട് ഇവനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ. അതൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ ഇതിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ ആധികാരികമായിട്ട് ചർച്ച ചെയ്യും. കാരണം ഇവൻ പറയുന്നത് മലയാള ഇൻഡസ്ട്രിയിലുള്ള ഒരാള്, അദ്ദേഹം ആരാണെന്ന് അവനറിയില്ല. ഇത് ഇവൻ കണ്ടതുപോലെയാണ്. വഴിയിൽ ഇറക്കി വിട്ടു, അരമണിക്കൂർ ശേഷം പിന്നെയും വന്നു. മമ്മൂക്ക അയാളെ എടുത്തോണ്ട് പോയി. ഞാനായിരുന്നെങ്കിൽ നല്ല പച്ച തെറി വിളിച്ചേനെ, കാരണം നട്ടലിന് ഭയങ്കര ഉറപ്പുള്ളവനാന്നാ പറയുന്നത്. എന്താ എന്റെ ഫിറോസെ നീ നന്നാവാത്ത? അപ്പൊ ഇതുപോലുള്ള വേട്ടാവാളിയന്മാരുടെയൊക്കെ വീഡിയോ കാണുമ്പോഴത്തേക്ക് സത്യത്തിൽ ഒരു മമ്മൂട്ടി ഇഷ്ടപ്പെടുന്ന, മമ്മൂക്കായെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ പ്രതികരിക്കാതിരിക്കാൻ എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാൻ വളരെ സൗമ്യമായ രീതിയിൽ തന്നെയാണ് ഞാൻ ഇതിന് ഒരു പ്രതികരണം നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതുപോലെ തെമ്മാടിത്തരവും തെണ്ടിത്തരവും ഒക്കെ പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഇതുപോലെ പ്രതികരിക്കണമെന്നൊന്നും ഇല്ല. എന്തായാലും നിന്റെ ഈ ഊളത്തരമൊക്കെ കേട്ടിട്ട് കേരളത്തിലെ മമ്മൂക്കായെ ഇഷ്ടപ്പെടുന്ന നിനക്കൊക്കെ ലക്ഷോപലക്ഷം ആളുകൾ നിനക്ക് കൃത്യമായിട്ടുള്ള മറുപടി നിന്റെ അണ്ണാക്കി തന്നെ തരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ മറുപടി പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോ കാണാൻ ശുഭപ്രതീക്ഷ നിങ്ങളുടെ സ്വന്തം